നമസ്കാരം. സിനിമാ മേഖലയിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലവിധ കൽപ്പിത കഥകൾ രൂപപ്പെടുത്തി ഓരോ ദിവസവും പടച്ചുവിടുകയാണ്. നമുക്കറിയാം, 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ 2017 തന്നെ വനിതകളുടെ കൂട്ടായ്മയായിട്ടുള്ള WCC രൂപീകരിക്കുകയും WCCയുടെ നിർദ്ദേശപ്രകാരം ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള കെ ഹേമ അധ്യക്ഷയായ 3 അംഗ സമിതിയാണ് നിലവിൽ വന്നത്. അതിൽ സർക്കാരിന്റെ റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന KB വത്സലകുമാരിയും അതുപോലെ തന്നെ പ്രശസ്ത നടിയായിട്ടുള്ള ശാരദയും ഉൾപ്പെടെ 3 അംഗ കമ്മിറ്റിയാണ് അന്ന് നിയോഗിച്ചത്. 2017 ജൂലൈ മാസമാണ് ഇതിന്റെ ഈ കമ്മീഷൻ രൂപീകരണം. അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് 2019 ഡിസംബർ മാസം 31-ാം തീയതിയാണ്. ഇത്രയും നാളിന് ശേഷം ആ റിപ്പോർട്ട് വന്നത് സർക്കാരിൽ സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ അന്നത്തെ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിൻസെന്റ് M. പോൾ അത് സമ്മതിക്കാതിരിക്കുകയായിരുന്നു. കാരണം വ്യക്തി വിവരങ്ങൾ വളരെ സുതാര്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് വിടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പിന്നീട് അത് പുറത്തുവിടാതിരിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാരിനെ ഏത് സമയവും വേണമെങ്കിലും ഇത് പുറത്തുവിടുന്നതിന് ഒരു താല്പര്യക്കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹൈക്കോടതിയും അതുപോലെ തന്നെ മറ്റ് കോടതികളും ഇടപെട്ടതിനെ തുടർന്നാണ് അതിന്റെ നിയമവശങ്ങളും മറ്റും വന്നതുമൂലമാണ് അത്രയും നാൾ താമസിച്ചത്. പിന്നീട് 2024 ഇപ്പോൾ ഏറ്റവും അവസാനം ഓഗസ്റ്റ് 20-ാം തീയതിയോടുകൂടി ഹൈക്കോടതി ഇടപെടുകയും ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. ഇത് പുറത്തുവിടുന്നതിനുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ പലവിധ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കൽപ്പിത കഥകൾ തന്നെയാണ് പടച്ചുവിടുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഓരോ ചാനലും ഓരോ രീതിയിൽ അതിന്റെ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ റിപ്പോർട്ടും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമാ മേഖലയെ ആകെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതോടുകൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലയാള സിനിമയിലെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ച് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഏറ്റവും ആദ്യം പുറത്തിറക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയും പലവിധ പീഡനങ്ങളും മറ്റും ഉണ്ടെങ്കിലും അവിടെ നടപടികളൊന്നും സ്വീകരിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് അവിടെയൊക്കെ നടക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾ. എന്നാൽ കേരളത്തിൽ ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം അതിന്റെ തുടർ നടപടികളെല്ലാം വളരെ വേഗമായിരുന്നു. പ്രതിയായി വന്ന ആളാണെങ്കിലും അതിനുശേഷം പ്രതിയായി സംശയിക്കപ്പെട്ട ആളാണെങ്കിലും എത്രയും വേഗം അതിന്റെ നിയമവശങ്ങളും മറ്റും വളരെ സുതാര്യമായും ക്രിയാത്മകമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടോടുകൂടി സിനിമാ മേഖലയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണ്. ആ കോൺക്ലേവ് വരുന്നതോടുകൂടി സിനിമയിലെ ലൈറ്റ് ബോയ് മുതൽ സംവിധായകർ വരെ അതിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ചർച്ചയും മറ്റും വന്നിട്ട് ചർച്ചയോടുകൂടി അതൊരു വലിയൊരു കമ്മീഷനായി അതിന്റെ നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത് മുന്നേറുന്നത്. ഈ കോൺക്ലേവിൽ അതിന്റെ അധ്യക്ഷനായി ആദ്യം തിരഞ്ഞെടുത്ത ഷാജി N. കരുണിന്റെ നേതൃത്വത്തിലാണ്
ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സിനിമാ മേഖലയാകെ ശുദ്ധീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഴുവൻ സമയവും സിനിമാ മേഖലയിലുള്ളവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ സർക്കാർ അടിയന്തരമായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വരുന്ന തലമുറയ്ക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടോടുകൂടി കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്.